പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇക്കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാമില് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ പറ്റിയിട്ട് 4th സ്റ്റേജിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഭാഗം വന്നിട്ടുള്ളത് SCRT-യിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന പുതിയ ചാപ്റ്ററിൽ നിന്നാണ്. 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ ചാപ്റ്ററാണ്. ഇവിടെ സാമൂഹ്യ സുരക്ഷാ കോഡ് 2020-ലാണ് ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: പരമ്പരാഗത തൊഴിലുടമ ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇവർക്കുള്ള സവിശേഷതകളാണ് ഇവിടെ പറയുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. ഔപചാരിക കരാറുകളിൽ ആവശ്യാനുസരണമാണ് ഏർപ്പെടാൻ സാധിക്കുന്നത്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. താൽക്കാലികവും സമയബന്ധിതവുമായിട്ട് പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. നമ്മൾ ഡെലിവറി ബോയ്സിനെ കണ്ടിട്ടുള്ളതാണ്. അവര് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ് ചെയ്യുന്നത്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കും. നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. സമയത്തിനും സന്ദർഭത്തിനനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകുന്നു. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു. ഇത്രയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ സവിശേഷതകൾ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായി മാറിയിരിക്കുകയാണ്. ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയ ഇവരൊക്കെ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമുകളിലൊക്കെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ നമുക്ക് പഠിച്ചു വെക്കാം. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020-ലാണ് ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത്. അത് പാരമ്പര്യമായിട്ടുള്ള പരമ്പരാഗത തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയെയാണ് പറയുന്നത്. അത്തരം പ്രവർത്തനങ്ങളിലൂടെ സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.